ഡോക്ടർ രാജൂസ് വ്യൂസ് ആൻഡ് മെസ്സേജിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് വരുന്നത്. അനേക ഡോക്ടർമാർ പഠിച്ച് വെറുതെ നിൽക്കുന്നു, എന്നാൽ ക്ലിനിക്കുകൾ ഇഷ്ടം പോലെയുണ്ട്. ഒരു മുക്കിന് 6-7 ക്ലിനിക്കുകളാണ് വീതം ഇന്ന് കേരളത്തിൽ സുലഭമായിരിക്കുന്നു. എന്നാൽ ചക്കപ്പഴം കിട്ടാനോ അതിന് ബുദ്ധിമുട്ടാണ്. നല്ല വഴിക്കച്ചക്ക കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. വീഡിയോയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇതിനെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ. മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ വിനീതമായ കോപ്പുകൈ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, കൂണുപോലെ പടർന്നു വരുന്ന പൊങ്ങി വരുന്ന ക്ലിനിക്കുകളും എന്നാൽ കിട്ടാൻ പ്രയാസമുള്ള ചക്കപ്പഴത്തെക്കുറിച്ചുമാണ്. ഒരു തമാശയാണെങ്കിലും അത് വളരെ യാഥാർത്ഥ്യമാണെന്നുള്ളത് ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർക്കറിയാം. ഇന്ന് ഓരോ മുക്കിലും മൂലയിലും 4, 5, 6, 7, 8 ക്ലിനിക്കുകളാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ എവിടെ എങ്ങനെയുണ്ട് ഡോക്ടർമാരുടെ നിലപാട്? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാനിതാ നിങ്ങളോട് പറയാനായിട്ട് പോവുകയാണ്. കൂണ് പോലെ മുറച്ചു വരുന്ന ക്ലിനിക്കുകളും ഏത് ഓണങ്കര മൂലയിലും ഇന്ന് 6-7 ക്ലിനിക്കുകൾ അലോപ്പതി കാണും, കൂടാതെ ഹോമിയോപ്പതി കാണും, കൂടാതെ ആയുർവേദം കാണും, യുനാനി കാണും, സിദ്ധവൈദ്യം കാണും. അങ്ങനെ കാണാത്തതൊന്നുമില്ല. ഈ കാരണത്തിരിക്കുന്ന വളരെ രസകരമാണ് കേട്ടോ. എന്തുകൊണ്ടെന്നാൽ വെളിയിൽ നിന്ന് നമുക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല. ആരെങ്കിലും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കാരണത്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ജാമ്യത ടീച്ചർ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ ഒരു ഇമിറ്റേഷൻ എടുത്തിരിക്കുന്നത്. ഞാൻ 1981 പ്രീ ഡിഗ്രി ജയിച്ചു. 83 ഞാൻ MBBS 83 പ്രീ ഡിഗ്രി ജയിച്ചു. 83 MBBS ജയിച്ച് MBBS അഡ്മിഷൻ കിട്ടി. 89 ജയിച്ചു. 90 പുറത്ത് വന്നു. 95 MS ഞാൻ കടന്നു വന്നു. അന്ന് 4 ലക്ഷത്തിൽ ഉള്ള SSLC റാങ്കിൽ ഉള്ളതിൽ ഏതാണ്ട് 52ാമത്തെ റാങ്കായിരുന്നു എൻ്റെ റാങ്ക്. പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം ഒന്നുകൂടെ ചെയ്തുകൊണ്ട് ഈ ഇതിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഇന്ത്യയിലെ എത്ര അലോപ്പതി ഡോക്ടർമാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 14 ലക്ഷം അലോപ്പതി ഡോക്ടർമാരുണ്ട്. എന്നാൽ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം ഏതാണ്ട് 700-ൽ പരം മെഡിക്കൽ കോളേജുകളുണ്ട്. അതിൽ ഏതാണ്ട് നല്ലൊരു ശതമാനം കേരളത്തിലുണ്ടെന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. AK ആൻ്റണി ഗവൺമെൻറ് വന്നതിന് ശേഷം ആദ്യം പുഷ്പഗിരി തുടങ്ങി മുതൽ ഇന്ന് വരെ ഓരോ ജില്ലയിലും ഓരോരോ മെഡിക്കൽ കോളേജ് തുടങ്ങിയിരിക്കുകയാണ്. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? എന്നിട്ടും ആരോഗ്യം എവിടെ ഉണ്ട്? അങ്ങനെ ഏതാണ്ട് 14 ലക്ഷമുള്ള ഡോക്ടർമാരും ഏതാണ്ട് 70,000-നും 80,000-നും ഇടയ്ക്കുള്ള മെഡിക്കൽ ഗ്രാജുവേറ്റ്സും ഒരു വർഷം ഇന്ത്യയിൽ ഇറങ്ങുന്നുണ്ട്. അവരെങ്ങോട്ട് പോകും? അതുകൊണ്ടാണ് കൂണ് പോലെ മുളച്ചു വരുന്നതായിട്ടുള്ള ഇതിൻ്റെ കാര്യം, ക്ലിനിക്കിൻ്റെ കാര്യം. കോടികൾ മുടക്കി പഠിച്ചവരിതാ കോടികൾ മുടക്കി ക്ലിനിക്കുകൾ പണിയുന്നു. കോടികൾ രോഗികളുടെ കയ്യിൽ നിന്ന് നേടുന്നു. ഇന്ന് ഇന്ത്യയിൽ WHO പറയുന്നത് ഏതാണ്ട് 4,800
811 പേർക്ക് ഒരു ഡോക്ടർ വീതമുണ്ട്. എന്നാൽ അത് വാസ്തവമല്ല. ഇന്ന് 100 പേർക്ക് ഒരു ഡോക്ടർ കാണും. ഇത് കൂടാതെ ഹോമിയോപ്പതി ഡോക്ടർമാർ ഏതാണ്ട് 2 ലക്ഷം ഡോക്ടർമാരുണ്ട്. ആയുർവേദ ഡോക്ടർമാർ ഏതാണ്ട് 4 ലക്ഷമുണ്ട്. അതുപോലെ സിദ്ധ വൈദ്യര്, പ്രകൃതി ചികിത്സകര്, അതുപോലെ നാടൻ വൈദ്യര്, ഇങ്ങനെ ഇഷ്ടം പോലെ വൈദ്യന്മാരും ഉണ്ട്. പക്ഷേ ചക്കപ്പഴ കിട്ടാനായിട്ട് പ്രയാസമാണ്. കൊടിച്ചക്ക കിട്ടും, പക്ഷേ വരിക്കച്ചക്ക കിട്ടാനായിട്ട് ഇന്നും പൈസ കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ഡോക്ടർമാരുടെ ജോലി എന്ന് പറയുന്നത് ഇന്ന് വളരെ കഷ്ടതയും പ്രയാസങ്ങളും നിറഞ്ഞാണ്. ആർക്കും ഡോക്ടർമാരെ വിലയില്ല. വഴിയിലെ മീൻ കച്ചവടക്കാരന് ഇതിനെ വിലയുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? അവന് വരുന്ന സമയം വരെയും കാത്തിരിക്കും. വീട്ടിലെ അമ്മമാർ രാവിലെ എഴുന്നേറ്റ് എപ്പോഴാണിത് കേൾക്കുന്നത്, എപ്പോഴാണ് ഹോണടി ശബ്ദം കേൾക്കുന്നത് എന്നുള്ള ചിന്ത. നമ്മുടെ പൈസയുള്ള ആൾക്കാരെല്ലാം എന്ത് ചെയ്യുന്നറിയാം? മിടുക്കന്മാരാണ്. അവർ ഫാക്ടറി നിക്ഷേപങ്ങൾക്ക് പോയില്ല. കാരണം ഇവിടെ നിന്നും ഫാക്ടറി സമരമാണ്. അവർ ഫാക്ടറി നിക്ഷേപണത്തിന് പോയില്ല. അവർ പിള്ളേർക്ക് വേണ്ടി നിക്ഷേപിച്ചു. ചൈനയിൽ നിക്ഷേപിച്ചു, ചെക്കോസ്ലോവാക്യയിൽ നിക്ഷേപിച്ചു, ഉക്രൈൻ, റഷ്യ, കൊറിയയില്ല, അൾബേരിയ, ജോർജിയ, ഇങ്ങനെ ആയിരക്കണക്കിന് മെഡിക്കൽ കോളേജുകൾ വരാനായിട്ട് തുടങ്ങി. ഏതാണ്ട് 15,000, അതായത് 15,000 to 20,000 ഗ്രാജുവേറ്റ്സ് ഇറങ്ങി വരാനായിട്ട് തുടങ്ങി. ഇവരങ്ങോട്ട് പോകും. കോണ് പോലെ ഇതാ പൊങ്ങി വരുന്നു മെഡിക്കൽ കോളേജുകൾ. നഴ്സിംഗ് കോളേജ് 300 എണ്ണം ബാംഗ്ലൂര് സ്ഥാപിച്ചു. 150 എണ്ണത്തിന് INC-യുടെ റെക്കഗ്നീഷൻ പോയി. അതുകൊണ്ട് ഡോക്ടർമാരെന്ത് ചെയ്യണം? അവർ ആത്മഹത്യ ചെയ്യണമോ? ഇതാ കൂണുകള് പോലെ പൊങ്ങി വരുന്ന ഡോക്ടർമാര്, വിഷാദിച്ചിരിക്കുന്ന ഡോക്ടർമാര്. അവരുടെ സെൻസസ് നിങ്ങളൊന്ന് എടുക്കുമോ? എവിടെ തെറ്റി? ഒരു സഭയില്, ഓർത്തഡോക്സ് സഭയാണെങ്കിൽ 1600 പള്ളികളുണ്ടെങ്കിൽ അവർ 1600 ഗ്രാജുവേറ്റ്സിനെ ഇറക്കത്തുള്ളൂ. മാർത്തോമാ സഭയിലാണെങ്കിൽ 1000 പള്ളികളുണ്ടെങ്കിൽ അവർ 1000 പള്ളികൾ 1000 അല്ലെങ്കിൽ 2000 ഇവരെ ഇറക്കത്തുള്ളൂ. കാരണം അവർ കഴിഞ്ഞാൽ അവർക്ക് അസിസ്റ്റന്റ് 1000 അസിസ്റ്റന്റായിട്ട് പോലും അവർക്ക് ജോലി കിട്ടത്തില്ല പള്ളിയിൽ. പക്ഷേ ഡോക്ടർമാർക്ക് എന്തും ചെയ്യേണ്ടി വരും. ഇനി കൂലിവേല ചെയ്തേ പറ്റൂ. അവർ ജീവിക്കുന്നിടത്ത് കൂലിവേല ചെയ്തേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ആവശ്യമുള്ള പുരോഹിതന്മാർ മാർത്തോമാ സഭയിലും ഇസൈ സഭയിലും ഒക്കെ ഉള്ളതുപോലെ നമുക്ക് കൂടുതൽ എന്തിനാണ് ഗ്രാജുവേറ്റ്സ്. അഥവാ വരുന്ന ഗ്രാജുവേറ്റ്സിന്റെ ചിന്ത എന്താണ്? അതങ്ങനെ ചിന്തകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ച് മണ്ണ് കപ്പും. അത്രത്തോളം വിദഗ്ധമായ ചികിത്സയാണ് കിട്ടുന്നത്. ചിലയിടത്ത് പാമ്പ് കടിച്ച് മരിച്ചു. പാമ്പിനെ കണ്ടിട്ടുള്ളവനല്ലേ പാമ്പ് എന്താണെന്നുള്ളത് അറിയാവൂ. ഞാൻ കൊട്ടാരക്കര KNS ജോലി ചെയ്യുമ്പോൾ അന്ന് പാമ്പിനെ കൊന്ന് എടുത്തോണ്ട് വരുമായിരുന്നു. ഇന്ന് എത്ര പേര് പാമ്പിനെ കൊണ്ട് എടുത്തോണ്ട് വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് ഡോക്ടർമാര്? എത്ര മനോഹരമായി നമ്മുടെ ദേശം മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ മനോഹരമായ ദേശം അല്ലല്ലോ. ഒരു ആശാരിയെ കിട്ടാൻ പ്രയാസമാണ്, ഒരു മേശിരിയെ കിട്ടാൻ പ്രയാസമാണ്. തെങ്ങ് കയറ്റക്കാരനെ കിട്ടാനില്ല. പ്ലംബറെ കിട്ടാൻ പ്രയാസമാണ്. രാത്രി വിളിച്ചാൽ വരത്തില്ല. പ്ലംബർ പൊട്ടിക്കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇത് പൊങ്ങി ഒഴിച്ചാലും, ഇത് പൊട്ടി പുറപ്പെട്ടാലും, ഇൻവെർട്ടർ കേടായാലും അല്ലെങ്കിൽ മോട്ടോർ കേടായാലും, രാത്രി ഒരു തുള്ളി വെള്ളമില്ലെങ്കിലും വന്ന് ഊട്ടാൻ ആരുമില്ല. സഹോദര, ചക്കപ്പഴം കിട്ടാൻ പ്രയാസമാ. നല്ല വരിക്കച്ചക്ക കിട്ടാൻ എന്ന് പ്രയാസമാ. പക്ഷേ ഡോക്ടർമാരെ ഇന്ന് കൂണ് പോലെ കിളിയിൽ കിട്ടും. അത് നമ്മുടെ എല്ലാവരുടെയും ചിന്തയ്ക്കായിട്ട് വിടുന്നു. ഇത്രയും നേരം ഡോക്ടർ രാജു വ്യൂസ് ആൻഡ് മെസ്സേജ് കണ്ടതായിട്ടുള്ള എല്ലാ പ്രിയ സ്നേഹിതർക്കും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം.